ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ LDC 100 Days ചലഞ്ച് ഡേ 68 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LDC 100 Days ചലഞ്ച് ഡേ 68 ആണ് നമ്മൾ ഇന്ന് നോക്കാനുള്ളത്. എന്താണെന്ന് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കുന്ന PSC ബുള്ളറ്റിൻ എന്ന് പറയുന്ന പതിപ്പിൽ നിന്നുമുള്ള കെമിസ്ട്രിയുടെ തിരഞ്ഞെടുത്ത 50 ചോദ്യങ്ങളുടെ പാർട്ട് 1 ആണ്. ശ്രദ്ധിക്കുക, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കുന്ന PSC ബുള്ളറ്റിനിലെ കെമിസ്ട്രി മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരഞ്ഞെടുത്ത 50 പ്രസ്താവന ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ എല്ലാവരും ഇത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ PSC ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് PSC ബുള്ളറ്റിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ. ഈ PSC ബുള്ളറ്റിനിൽ വരുന്ന ചോദ്യങ്ങൾ മിക്കതും തന്നെ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് ഇത് പഠിച്ചിരിക്കണം. നമുക്ക് നോക്കാം എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇന്ന് പഠിക്കുവാനുള്ളതെന്ന്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, കാഥോഡ് രശ്മികളെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെല്ലാം? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. കാഥോഡ് രശ്മികളെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതെല്ലാം? ഓപ്ഷൻ എ, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളാണ് ഇലക്ട്രോണിനെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. ഓപ്ഷൻ ബി, കാഥോഡ് രശ്മികൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു. ഓപ്ഷൻ സി, കാഥോഡ് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തുമായി വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഈ രശ്മികൾ നെഗറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കുന്നു. ഓപ്ഷൻ ഡി, കാഥോഡ് രശ്മികളെ കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ JJ തോംസൺ ആണ്. ഇതിലെ ശരിയായ പ്രസ്താവനകൾ എന്ന് ചോദിച്ചാല് എയും ബിയും ഡിയും മാത്രമേ ഉള്ളൂ കേട്ടോ സുഹൃത്തുക്കളെ. എയും ബിയും ഡിയും മാത്രമാണ് ഇതിൽ ശരിയായ പ്രസ്താവന. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രസ്താവന സി തെറ്റായെന്ന് ചോദിച്ചാല് നമ്മൾ എന്തിനെ കുറിച്ചുള്ള പരീക്ഷണമാണ് സുഹൃത്തുക്കളെ നടത്തിയത്? ഇലക്ട്രോൺ കണ്ടെത്തുന്ന പരീക്ഷണമാണല്ലേ നടത്തിയത്. ഇലക്ട്രോണിന് എന്ത് ചാർജാ ഉള്ളത്? നെഗറ്റീവ് ചാർജ് ആണുള്ളത്. നമുക്കറിയാം നെഗറ്റീവ് ചാർജുകൾ തമ്മിൽ എപ്പോഴും എന്ത് ചെയ്യും? റിപ്പല് ചെയ്യും അല്ലേ? റിപ്പല് ചെയ്യും. അപ്പോഴ് ഇലക്ട്രോണും അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ചാർജുള്ള പ്രതലവും തമ്മിൽ, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള ഒരു ഭാഗവും തമ്മിൽ ഒരിക്കലും ആകർഷിക്കില്ല. അവര് വികർഷിക്കുകയുള്ളൂ അല്ലെങ്കിൽ റിപ്പല് ചെയ്യുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ സിയുടെ ശരിയായ ഉത്തരം എന്തായിരിക്കും സുഹൃത്തുക്കളെ? കാഥോഡ് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തുമായി വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഈ രശ്മികൾ നെഗറ്റീവ് ഭാഗത്തേക്കല്ല ആകർഷിക്കുന്നത്, പിന്നെ എങ്ങോട്ടാണ്? പോസിറ്റീവ് ഭാഗത്തേക്കാണ് ആകർഷിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ. കാഥോഡ് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തുമായി വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ നമ്മുടെ കാഥോഡ് രശ്മികള് പോസിറ്റീവ് ഭാഗത്തേക്കാണ് ആകർഷിക്കപ്പെടുന്നത്. കാരണം എന്താണ്? ഈ കാഥോഡ് രശ്മികളിലൂടെ പുറത്തു വരുന്നത് ആരാ സുഹൃത്തുക്കളെ? ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് ഇലക്ട്രോൺ എപ്പോഴും പോസിറ്റീവ് ചാർജ് ഉള്ള ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. പഠിക്കുക. അപ്പൊ ഒന്നുകൂടി പറയാം, കാഥോഡ് രശ്മികളെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്നായി പഠിക്കാം. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളാണ് ഇലക്ട്രോണിന്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. കാഥോഡ് രശ്മികൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു. കാഥോഡ് രശ്മികൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു. കാഥോഡ് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തുമായി വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഈ രശ്മികൾ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. കാഥോഡ് രശ്മികളെ കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? JJ തോംസൺ ആണ്. പഠിച്ചോളനെ. കാഥോഡ് രശ്മികളെ കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് JJ തോംസൺ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ആർഗൺ മൂലകവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ആർഗൺ 18ാം ഗ്രൂപ്പ് മൂലകമാണ്. ആർഗൺ 18ാം ഗ്രൂപ്പ് മൂലകമാണ്. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നു KLM എന്നിങ്ങനെ 3 ഷെല്ലുകളിലാണ് ആർഗണിന്റെ ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ആർഗൺ ഒരു അലസവാതകമാണ്. നാലാമത്തെ പോയിന്റ് അല്ലെങ്കിൽ ഓപ്ഷൻ ഡി, ആർഗൺ 4ാം പീരീഡിൽ ഉൾപ്പെടുന്നു. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ തെറ്റായ പ്രസ്താവന? ഉറപ്പായും ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. കാരണം ആർഗൺ എന്ന് പറയുന്നത് 3ാം പീരീഡിൽ ഉൾപ്പെടുന്ന ഒരു മൂലകമാണ് കേട്ടോ. ആർഗൺ എന്ന് പറയുന്നത് 3ാമത്തെ പീരീഡിൽ ഉൾപ്പെടുന്ന ഒരു മൂലകമാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ തെറ്റായ പ്രസ്താവന. ഒന്നുകൂടി പറയാം, ആർഗൺ മൂലകവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തെറ്റായത് എന്നാണ് PSC ചോദിച്ചത്. അപ്പോൾ ആ തെറ്റ് നമ്മൾ ഇവിടെ തിരുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ആർഗൺ 18ാം ഗ്രൂപ്പ് മൂലകമാണ്. ശരിയാണല്ലേ? ആർഗൺ എന്ന് പറയുന്നത് 18ാം ഗ്രൂപ്പ് മൂലകമാണ്. അതുപോലെ തന്നെ ആർഗണിന്റെ ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് KLM എന്നീ 3 ഷെല്ലുകളായാണ് കാണപ്പെടുന്നത്. ആർഗണിന്റെ ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് KLM എന്നീ
3 ഷെല്ലുകളിലാണ് കാണപ്പെടുന്നത്. ആർഗൺ ഒരു അലസവാതകമാണ് അല്ലെ. 18ാം ഗ്രൂപ്പ് മൂലകങ്ങളെല്ലാം നമുക്കറിയാം, അവന്മാരെല്ലാം അലസവാതകങ്ങളാണ്. ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവന്മാരെല്ലാം എന്താണ്, അലസവാതകങ്ങളാണ്. അതുപോലെ തന്നെ ആർഗൺ എന്ന് പറയുന്നത് 3ാം പീരീഡിൽ ഉൾപ്പെടുന്ന ഒരു മൂലകമാണ്. 4ാം പീരീഡ് അല്ലേ ആർഗൺ എന്ന് പറയുന്നത്, 3ാം പീരീഡിൽ ഉൾപ്പെടുന്ന ഒരു മൂലകമാണ്. ആർഗന്റെ ബ്ലോക്ക് എത്രയാ സുഹൃത്തുക്കളെ? ആർഗന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് പി ബ്ലോക്ക് ആണ് കേട്ടോ, പഠിച്ചോളണേ. ആർഗന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഏതാണ്? പി ബ്ലോക്ക് ആണ്. അതും ചോദിച്ചിട്ടുണ്ട്. ആർഗന്റെ അറ്റോമിക് നമ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. ആർഗന്റെ അറ്റോമിക് നമ്പരും ആർഗന്റെ ഗ്രൂപ്പും ഒന്ന് തന്നെയാണ്, 18 തന്നെയാണ്. അതുകൊണ്ട് അത് പഠിക്കാൻ പാടില്ല സുഹൃത്തുക്കളെ. 3ാമത്തെ ചോദ്യം, വൈദ്യുത ഉപകരണങ്ങളിൽ ഹീറ്റിംഗ് കോയിലായി നിക്രോം ഉപയോഗിക്കുവാനുള്ള കാരണം? ഓപ്ഷൻ എ ഉയർന്ന വൈദ്യുത പ്രതിരോധ ശേഷി, ഓപ്ഷൻ ബി താഴ്ന്ന ദ്രവണാങ്കം, ഓപ്ഷൻ സി ഓക്സിഡേഷൻ സംഭവിക്കാതെ കൂടുതൽ സമയം താപം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ്. ഇതിൽ ഏത് കഴിവുകളാണ് വൈദ്യുത ഉപകരണങ്ങളിൽ ഹീറ്റിംഗ് കോയിലായി നിക്രോം ഉപയോഗിക്കുവാനുള്ള കാരണം എന്ന് ചോദിച്ചാല് നമ്മുടെ ഓപ്ഷൻ എയും സിയും മാത്രമേ ഉള്ളൂ കേട്ടോ സുഹൃത്തുക്കളെ. എന്തുകൊണ്ടാണ്? ഉയർന്ന വൈദ്യുത പ്രതിരോധ ശേഷി ഉണ്ടായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വൈദ്യുതിയെ തടഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? താപം ഉണ്ടാകും. ഈ താപമാണ് നമ്മൾ ഹീറ്റിംഗ് കോയിലിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ താഴ്ന്ന ദ്രവണാങ്കം വന്നാൽ എന്താ സുഹൃത്തുക്കളെ പ്രശ്നം? പെട്ടെന്ന് ദ്രവണാങ്കം താഴ്ന്നു കഴിഞ്ഞാൽ താപനില കൂടുമ്പോൾ ഈ ഹീറ്റിംഗ് കോയിൽ എന്ത് ചെയ്യും? ഉരുകി ഒലിക്കും. അങ്ങനെ വരാതിരിക്കാനായിട്ട് താഴ്ന്ന ദ്രവണാങ്കം അല്ല വേണ്ടത്, നമുക്ക് ഉയർന്ന ദ്രവണാങ്കമാണ് വേണ്ടത്. നമ്മുടെ നിക്രോമിന് ഉയർന്ന ദ്രവണാങ്കം ഉണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായി വന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാല് നമ്മുടെ നിക്രോത്തിന് ഉയർന്ന ദ്രവണാങ്കമുണ്ട് കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ചെറിയൊരു വൈദ്യുതി കടന്നു പോകുമ്പോൾ തന്നെ നമ്മുടെ നിക്രോം എന്ന് പറയുന്നത് ഉരുകി ഒലിക്കും. അതുപോലെ തന്നെ നിക്രോമിന്റെ ഈ ദ്രവണാങ്കം എന്ന് പറയുന്നത് 1400 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. 1400 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ഏകദേശം 1400 ഡിഗ്രി താപനില എത്തിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഹീറ്റ് നൽകിയാൽ മാത്രമേ നമ്മുടെ നിക്രോം എന്ന് പറയുന്ന അലോയി ഉരുകി ഒഴിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന വലിയൊരു വൈദ്യുതി കടന്നു പോയാലൊന്നും നമ്മുടെ ഹീറ്റിംഗ് കോയിലായ നിക്രോം ഉരുകി ഒഴിക്കില്ല. അതും നമ്മുടെ എന്താണ്, ഒരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ നിക്രോത്തിന് എന്തുണ്ട്? ഉയർന്ന ദ്രവണാങ്കമുണ്ട്. ഇവിടെ വെച്ചങ്ങ് പഠിച്ചോളണേ. നിക്രോം എന്ന് പറയുന്ന അലോയ്ക്ക് ഉയർന്ന ദ്രവണാങ്കമുണ്ട്. വൈദ്യുത പ്രതിരോധ ശേഷി എന്താണ്? കൂടുതലാണ്. വൈദ്യുത പ്രതിരോധ ശേഷി കൂടിക്കഴിഞ്ഞാൽ താപം എന്ത് ചെയ്യും? കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുവാനും പറ്റും. അടുത്ത ഓപ്ഷൻ ആണ് ഓപ്ഷൻ സി. നോക്കാം. ഓക്സിഡേഷൻ സംഭവിക്കാതെ തന്നെ ഉയർന്ന സമയം താപം ഉൽപ്പാദിപ്പിക്കുവാനുള്ള കഴിവ് ആർക്കുണ്ട്? നിക്രോം എന്ന് പറയുന്ന അലോയ്ക്കുണ്ട്. ഇവിടെ എന്താണ്, നമ്മുടെ നിക്രോം എന്ന് പറയുന്നത് ഒരു അലോയിയാണ്. ആ അലോയ്ക്ക് എന്താണ്, ഈ ഓക്സിഡേഷൻ സംഭവിക്കുന്നതിന്റെ അളവ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് നല്ല റെഡ് ഹോട്ട് കളറിൽ, അല്ലെങ്കിൽ നല്ല ചുവന്ന കളറിൽ നല്ല താപനിലയിൽ നിന്നാൽ പോലും ഓക്സിഡേഷൻ സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ദീർഘനാൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കാൻ നിക്രോത്തിന് കഴിയും കേട്ടോ. അതിനുള്ള കാരണം ഒന്നാണ്, ഓക്സിഡേഷൻ സംഭവിക്കാതെ കൂടുതൽ സമയം എന്താണ്, താപം ഉൽപ്പാദിപ്പിക്കാൻ ആർക്ക് കഴിയും? നമ്മുടെ നിക്രോത്തിന് കഴിയും. അപ്പൊ സുഹൃത്തുക്കൾ അത് മറക്കരുത്. അതുപോലെ തന്നെ നിക്രോം എന്ന് എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം സുഹൃത്തുക്കളെ, അതിനകത്ത് 2 പ്രധാനപ്പെട്ട മൂലകങ്ങളുണ്ട്. ഒന്ന് നിക്കലും, അതുപോലെ മറ്റൊരാൾ ആരാണ്? ക്രോമിയവും അല്ലെ. ഒരാൾ നിക്രവും, മറ്റൊരാൾ ആരാണ്? ക്രോമിയവും. അതിനോടൊപ്പം തന്നെ നമുക്ക് പഠിക്കേണ്ടതാണ് ഒന്ന് മാംഗനീസ്. ആരാണ്? മാംഗനീസും അയേണും. ഒപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊന്നാണ് കാർബൺ എന്ന് പറയുന്നത് കേട്ടോ. കാർബൺ കൂടി ഒന്ന് പഠിച്ചോളണേ. കാരണം നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാർബണെ പറ്റി. അതുകൊണ്ട് കാർബണും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നിക്രോം എന്ന് പറയുന്ന അലോയ് നിർമ്മിച്ചിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് ക്രോമിയം, മാംഗനീസ്, അയൺ, കാർബൺ എന്നിവയാണ്. നമ്മുടെ 4ാമത്തെ ചോദ്യം, ബ്രോമിൻ, അലുമിനിയം, മെഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ മൂലകങ്ങൾ പരിഗണിച്ചാൽ അവയുടെ ലോഹ സ്വഭാവത്തിന്റെ ശരിയായ ക്രമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ബ്രോമിൻ, അലുമിനിയം, മെഗ്നീഷ്യം, പൊട്ടാസ്യം എന്നീ മൂലകങ്ങൾ പരിഗണിച്ചാൽ അവയുടെ ലോഹ സ്വഭാവത്തിന്റെ ശരിയായ ക്രമം ഏതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ശരിയായ ക്രമം ഏതാ സുഹൃത്തുക്കളെ? ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് ശരിയായ ക്രമം കേട്ടോ. ശരിയായ ക്രമം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഏറ്റവും കൂടുതൽ ലോഹ സ്വഭാവം കാണിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന മൂലകങ്ങളില് പൊട്ടാസ്യമാണ്, അത് കഴിഞ്ഞാൽ മെഗ്നീഷ്യം, അത് കഴിഞ്ഞാൽ അലുമിനിയം, അത് കഴിഞ്ഞാൽ ആരാണ്? ബ്രോമിനാണ്. അപ്പോൾ തന്നിരിക്കുന്നതില് ഏറ്റവും കുറച്ച് ലോഹ സ്വഭാവം കാണിക്കുന്ന മൂലകം ഏതാണ്? ബ്രോമിനാണ്. അതിനേക്കാളും കൂടുതൽ ലോഹ സ്വഭാവം കാണിക്കുന്നത് അലുമിനിയമാണ്. അതിനേക്കാളും കൂടുതൽ ലോഹ സ്വഭാവം കാണിക്കുന്നത് മെഗ്നീഷ്യമാണ്. അതിനേക്കാളും കൂടുതൽ ലോഹ സ്വഭാവം കാണിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് പൊട്ടാസ്യമാണ്. ഈ ഒരു ഓപ്ഷൻ തന്നെ ഏകദേശം 10ൽ കൂടുതൽ തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. എന്താ സുഹൃത്തുക്കളെ ഈ ലോഹ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒന്നുമില്ല ലോഹ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷനകത്ത് പങ്കെടുക്കുന്ന സമയത്ത് ഈ ലോഹ സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ അങ്ങ് വിട്ടുകൊടുത്തിട്ട് എപ്പോഴും പോസിറ്റീവ് ചാർജ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കും കേട്ടോ. ഇത്തരം സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങളെ വിളിക്കുന്ന പേരാണ് ലോഹ സ്വഭാവ മൂലകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഒരു മൂലകത്തിന്റെ ലോഹ സ്വഭാവം എന്ന് ചോദിച്ചാൽ ഇനി മറക്കരുത്, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഈ ലോഹ സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങൾ അവരെ കയ്യിലുള്ള ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും, അങ്ങ് വിട്ടുകൊടുക്കും. അവർ ഭയങ്കര ദാനശീലരാണ് കേട്ടോ. അവരങ്ങ് വിട്ടുകൊടുക്കും. വിട്ടുകൊടുത്തിട്ട് എപ്പോഴും പോസിറ്റീവ് ചാർജ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ലോഹ സ്വഭാവം എന്ന്. അതായത് നമ്മുടെ ബ്രോമിൻ പ്ലസ് എന്നും അലുമിനിയം പ്ലസ് എന്നും ഇനീഷ്യം പ്ലസ് എന്നും പൊട്ടാസ്യം പ്ലസ് ഇങ്ങനെ അവരെന്ത് ചെയ്യും, നിൽക്കാൻ ശ്രമിക്കും. അപ്പോൾ സുഹൃത്തുക്കൾ അതുകൂടി ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇനി ഇവിടെ നിന്ന് പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത് ഇത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. കുറച്ച് മൂലകങ്ങൾ തന്നു കഴിഞ്ഞാല് ഇത് എങ്ങനെ കണ്ടെത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ വെച്ചിട്ട് അതിനകത്ത് നിന്ന് പീരിയോഡിക് ടേബിളിന്റെ മുകളിൽ നിന്നും താഴേക്ക് വരും തോറും മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ലോഹ സ്വഭാവം അല്ലെങ്കിൽ മെറ്റാലിക് നേച്ചർ എന്ത് ചെയ്യും, കൂടി വരും കേട്ടോ. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. മെറ്റാലിക് നേച്ചർ എന്ത് ചെയ്യും, കൂടി വരും. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളില് മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും നമ്മുടെ മൂലകങ്ങളുടെ മെറ്റാലിക് സ്വഭാവം അല്ലെങ്കിൽ ലോഹ സ്വഭാവം എന്ത് ചെയ്യും, കൂടി വരും. ഇനി പീരിയോഡിക് ടേബിളിന്റെ ഇടത്തു നിന്നും വലത്തേക്ക് പോകും തോറും എന്താ സുഹൃത്തുക്കളെ സംഭവിക്കുന്നത്, നമ്മുടെ മൂലകങ്ങളുടെ ലോഹ സ്വഭാവം കുറഞ്ഞു വരികയും ചെയ്യും കേട്ടോ. ഇതൊന്ന് പഠിച്ചു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറഞ്ഞു തരാം, സിമ്പിൾ ആണ് പരിപാടി, വേറെ ഒന്നുമില്ല. താഴെ തന്നിരിക്കുന്ന കുറച്ച് മൂലകങ്ങൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ബ്രോമിൻ, അലുമിനിയം, മെഗ്നീഷ്യം, അതുപോലെ തന്നെ പൊട്ടാസ്യം എന്നിവ. ഈ പറഞ്ഞിരിക്കുന്ന മൂലകങ്ങളെ പരിഗണിച്ചാൽ അവയുടെ ലോഹ സ്വഭാവത്തിന് അനുസരിച്ച് ശരിയായ ക്രമം എഴുതുവാനാണ് PSC ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം എന്താണ്? ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ലോഹ സ്വഭാവം കാണിക്കുന്നത് പൊട്ടാസ്യമാണ്. അതിനുശേഷം കുറച്ച് ലോഹ സ്വഭാവം കാണിക്കുന്നത് മെഗ്നീഷ്യം, അതിലും കുറച്ച് ലോഹ സ്വഭാവം കാണിക്കുന്ന അലുമിനിയം, അതിലും കുറച്ച് ലോഹ സ്വഭാവം കാണിക്കുന്നത് ബ്രോമിനാണ്. തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറച്ച് ലോഹ സ്വഭാവം കാണിക്കുന്നത് ബ്രോമിനാണ്, അതിനുശേഷം അലുമിനിയം, അതിൽ കൂടുതൽ ലോഹ സ്വഭാവം കാണിക്കുന്ന മെഗ്നീഷ്യം, അതിൽ കൂടുതൽ ലോഹ സ്വഭാവം കാണിക്കുന്നത് ആരാണ്? പൊട്ടാസ്യമാണ്. ഇനി എന്താണ് ലോഹ സ്വഭാവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു മൂലകം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അതിന്റെ ഒരു ഇലക്ട്രോണിനെ അങ്ങ് വിട്ടുകൊടുത്തുകൊണ്ട് പോസിറ്റീവ് അയോൺ ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ആയിട്ട് നിൽക്കുവാൻ ശ്രമിക്കും. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് ലോഹ സ്വഭാവം എന്നുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ പോയിന്റ് എന്താണ് പറഞ്ഞത്, നമ്മുടെ പീരിയോഡിക് ടേബിളില്, നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളില് മുകളിൽ നിന്നും താഴേക്ക് വരും തോറും ലോഹ സ്വഭാവം കൂടി വരികയും പീരിയോഡിക് ടേബിളിന്റെ ഇടത്തു നിന്നും വലത്തേക്ക് പോകും തോറും ലോഹ സ്വഭാവം കുറഞ്ഞു വരികയും ചെയ്യും. ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും ലോഹ സ്വഭാവം കുറഞ്ഞു വരികയും ചെയ്യും. അതായത് നമ്മുടെ ഗ്രൂപ്പ് 1 നിന്ന് ഗ്രൂപ്പ് 18 വരെയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ലോഹ സ്വഭാവം എന്ന് പറയുന്നത് വളരെ കുറവായിട്ട് കുറഞ്ഞു വരുമെന്ന് അർത്ഥം കേട്ടോ. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങളിൽ pH മൂല്യം 7 കൂടുതലുള്ളത് ഏതിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഉമിനീര്, ഓപ്ഷൻ ബി മനുഷ്യരക്തം, ഓപ്ഷൻ സി നാരങ്ങ നീര്, ഓപ്ഷൻ ഡി ദഹനരസം. ഏതാ സുഹൃത്തുക്കളെ ശരി? താഴെ തന്നിരിക്കുന്നതിൽ pH മൂല്യം 7 കൂടുതലുള്ളത് ആർക്കാണ്? മനുഷ്യരക്തത്തിനാണ് അല്ലെ. മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7.3-നും 7.4-നും ഇടയ്ക്കാണ് കേട്ടോ. 7.3-നും 7.4-നും ഇടയ്ക്കാണ് മനുഷ്യരക്തത്തിന്റെ pH മൂല്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ pH മൂല്യം 7 കൂടുതലുള്ള ആർക്കാണ്? മനുഷ്യരക്തത്തിനാണ്. നമുക്കിവിടെ സംശയം വരും, മനുഷ്യ ഉമിനീരിനാണോ എന്ന്. മനുഷ്യ ഉമിനീരിന്റെ pH മൂല്യം എന്ന് പറയുന്നത് ഏകദേശം 6.3 കേട്ടോ. മനുഷ്യ ഉമിനീരിന്റെ pH മൂല്യം എത്രയാ സുഹൃത്തുക്കളെ? 6.3. നാരങ്ങ നീരിന്റെ pH മൂല്യം എന്ന് പറയുന്നത് ഏകദേശം 2.5. ഇതിൽ ഏറ്റവും കൂടുതൽ pH മൂല്യമുള്ളത് നമ്മുടെ ദഹനരസത്തിനാണ്, 1.5. അതിന് കാരണം എന്താണ്? നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സാന്നിധ്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ സാന്നിധ്യം കൊണ്ട് ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അസിഡിക് സ്വഭാവമുള്ളത് ആർക്കെന്ന് ചോദിച്ചാൽ ദഹനരസത്തിനാണ്. കാരണം ദഹനരസത്തിന്റെ pH എന്ന് പറയുന്നത് 1.5. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. താഴെ കൊടുത്തിട്ടുള്ള പദാർത്ഥങ്ങളിൽ pH മൂല്യം 7 കൂടുതലുള്ളത് ഏതിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഓപ്ഷൻ വന്നിരിക്കുന്നു മനുഷ്യ ഉമിനീര്, മനുഷ്യരക്തം, നാരങ്ങ നീര്, അതുപോലെ ദഹനരസം. ശരിയായ ഉത്തരം ആരാണ്? മനുഷ്യരക്തമാണ്. കാരണം മനുഷ്യരക്തത്തിന്റെ pH മൂല്യം 7.3-നും 7.4-നും ഇടയിലാണ്. നമുക്ക് സംശയം ഉണ്ടാവും ഉമിനീരിനെ പറ്റി. ഉമിനീരിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 6.3 ആണ്. ഉമിനീരിന്റെ pH മൂല്യം 6.3 ആണ്. നാരങ്ങ നീരിന്റെ pH മൂല്യം 2.5 ആണ്. നാരങ്ങ നീരിന്റെ pH മൂല്യം 2.5 ആണ്. ദഹനരസത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയും കേട്ടോ ഇംഗ്ലീഷിലെ. ദഹനരസം അതായത് നമ്മുടെ ആമാശയത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന രസം, അതിന്റെ എത്രയാണ്? 1.5 ആണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ആമാശയത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് നമ്മുടെ ദഹനരസത്തിന്റെ pH അസിഡിക് സ്വഭാവമുള്ളതാക്കി മാറ്റുന്നത്. അതായത് 1.5 നിർത്തുന്നത് കേട്ടോ pH മൂല്യം. ഇത്രയും സുഹൃത്തുക്കളെ പഠിക്കുക. നമ്മുടെ ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സംക്രമണ മൂലകങ്ങളുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിലെ സംക്രമണ മൂലകവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, സംക്രമണ മൂലകങ്ങൾ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. ഓപ്ഷൻ ബി, പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഓപ്ഷൻ സി, സംക്രമണ മൂലകങ്ങൾ ലോഹങ്ങളാണ്. ഓപ്ഷൻ ഡി, സിങ്ക്, കാഡ്മിയം, മെർക്കുറി അല്ലെങ്കിൽ രസം എന്നിവ സംക്രമണ മൂലകങ്ങൾക്ക് ഉദാഹരണമാണ്. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാ സുഹൃത്തുക്കളെ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതിനുള്ള കാരണവും പറഞ്ഞുതരാം. സിങ്ക്, കാഡ്മിയം, അതുപോലെ മെർക്കുറി അല്ലെങ്കിൽ രസം എന്ന് പറയുന്ന മൂലകങ്ങള് ഒന്നും എന്തിന് ഉദാഹരണമല്ല? സംക്രമണ മൂലകങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാൻ കഴിയില്ല. അപ്പോ സംക്രമണ മൂലകങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് ആരെയൊക്കെ പറയാം സുഹൃത്തുക്കളെ? വേണമെങ്കിൽ ടങ്സ്റ്റൺ പറയാം, അതുപോലെ തന്നെ പ്ലാറ്റിനം പറയാം, അതുപോലെ തന്നെ നമുക്ക് ഗോൾഡ്, സിൽവർ ഇവയെല്ലാം നമുക്ക് എന്തെന്ന് പറയാം? ഈ പറഞ്ഞിരിക്കുന്ന സംക്രമണ മൂലകങ്ങളായിട്ട് പറയാം. പക്ഷെ എന്തുകൊണ്ടാണ് സിങ്കിനെയും കാഡ്മിയത്തിനെയും അതുപോലെ തന്നെ നമ്മുടെ രസം അല്ലെങ്കിൽ മെർക്കുറിയെയും സംക്രമണ മൂലകങ്ങളിൽ പെടുത്താത്തതെന്ന് ചോദിച്ചാല്, ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംക്രമണ മൂലകങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ യവന്മാർക്ക് ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. എന്തെന്ന് ചോദിച്ചാല്, ഈ സംക്രമണ മൂലകങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാല്, അവരുടെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലില്, അവരുടെ ഇലക്ട്രോൺസിന്റെ ഏറ്റവും അവസാനത്തെ ഷെല്ലിനകത്ത് ഇവന്മാരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, അതായത് ഏറ്റവും പുറത്തുള്ള ഷെല്ലില് എപ്പോഴും പകുതി മാത്രമേ ഫില്ലാവുള്ളൂ കേട്ടോ. അതായത് എപ്പോ നോക്കിയാലും ഈ സംക്രമണ മൂലകങ്ങളുടെ ഏറ്റവും പുറമേയുള്ള ഷെല്ലിനകത്ത് പകുതി ഇലക്ട്രോണുകൾ മാത്രമേ ഫില്ലായിരിക്കുള്ളൂ. എന്നാൽ ഈ സിങ്കിന്റെയും അതുപോലെ കാഡ്മിയം അതുപോലെ തന്നെ മെർക്കുറി എന്നീ സംക്രമണ മൂലകങ്ങൾക്ക് ഇവന്മാരുടെ ഏറ്റവും അവസാനത്തുള്ള ഷെല്ലുണ്ടല്ലോ, അവിടെ എപ്പോഴും എങ്ങനെയായിരിക്കും? ഇലക്ട്രോൺസ് മുഴുവനായിട്ടും എന്തായിരിക്കും? ഫില്ലായിരിക്കും. ഇതുകൊണ്ടാണ് നമ്മുടെ സിങ്കിനെയും കാഡ്മിയത്തിനെയും മെർക്കുറിനെയും ഒന്നും സംക്രമണ മൂലകങ്ങളുടെ ഗണത്തിൽ പെടാത്തത് കേട്ടോ. ഇവന്മാര് 3 സംക്രമണ മൂലകങ്ങളല്ല, പക്ഷെ അവര് കൂടെ അങ്ങ് നൈസിന് പറ്റിച്ചേർന്നങ്ങ് കിടക്കണമെന്നേ ഉള്ളൂ. എന്നാൽ സിങ്കും കാഡ്മിയവും മെർക്കുറിയും ഒരിക്കലും എന്തല്ല? സംക്രമണ മൂലകങ്ങളുടെ പറയുമ്പോൾ അതിനകത്ത് ഉദാഹരണമായിട്ട് പറയാറില്ല. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ പോയിന്റ് വ്യക്തമായിട്ട് പഠിച്ചുകൊള്ളണം. ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട, സിമ്പിൾ ആണ്. താഴെ പറയുന്നവയിൽ സംക്രമണ മൂലകങ്ങളുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. ആ ശരിയല്ലാത്ത പ്രസ്താവന എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ശരിയായ 3 പ്രസ്താവനകൾ ആദ്യം നമ്മൾ പഠിച്ചു തീർക്കാം. സംക്രമണ മൂലകങ്ങൾ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. സംക്രമണ മൂലകങ്ങൾ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. സംക്രമണ മൂലകങ്ങള് ലോഹങ്ങളാണ്. സംക്രമണ മൂലകങ്ങള് ലോഹങ്ങളാണ്. ഇത് 3 ശരിയായ പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവന എന്തായിരുന്നു? ഈ സംക്രമണ മൂലകങ്ങളുടെ ഉദാഹരണമായി തന്നിരുന്ന സിങ്ക്, കാഡ്മിയം, മെർക്കുറി അല്ലെങ്കിൽ രസം എന്ന് പറയുന്ന മൂലകങ്ങള് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സംക്രമണ മൂലകങ്ങളല്ല. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാല്, സംക്രമണ മൂലകങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവന്മാരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഏറ്റവും പുറമേയുള്ള ഷെല്ലില് എപ്പോഴും പകുതി ഇലക്ട്രോണുകൾ മാത്രമേ കാണാവൂ. എന്നാൽ ഈ സിങ്ക്, കാഡ്മിയം അതുപോലെ മെർക്കുറി തുടങ്ങിയ മൂലകങ്ങൾക്ക് ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. അവന്മാരെപ്പോഴും അവന്മാരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ഏറ്റവും പുറമേയുള്ള ഷെല്ലില് ഇലക്ട്രോണുകൾ പൂർണ്ണമായിട്ടും നിറച്ചു വെച്ചായിരിക്കും കാണപ്പെടുന്നത്. അതുകൊണ്ട് സംക്രമണ മൂലകങ്ങളുടെ ഉദാഹരണം പറയുമ്പോൾ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ പറയാറില്ല. ഇവിടെ വെച്ചങ്ങ് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സംക്രമണ മൂലകങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെയുണ്ട്?
ടങ്സ്റ്റൻ പറയാം, പ്ലാറ്റിനം പറയാം, സിൽവർ പറയാം, ഗോൾഡ് പറയാം. ഇതെല്ലാം സംക്രമണ മൂലകങ്ങൾക്ക് ഉദാഹരണമാണ്. പഠിക്കുക. ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ നിക്കൽ മൗണ്ട് പ്രക്രിയ. നിക്കൽ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് മൗണ്ട് പ്രക്രിയ. ഓപ്ഷൻ ബി ഹൈഡ്രജൻ ബോഷ് പ്രക്രിയ. ഹൈഡ്രജൻ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ബോഷ് പ്രക്രിയ. അമോണിയ ഹേബർ പ്രോസസ്. അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രോസസ്. ക്ലോറിൻ ഡീക്കൻസ് പ്രക്രിയ അല്ലെങ്കിൽ ഡെക്കൻസ് പ്രക്രിയ എന്ന് പറയും കേട്ടോ. എങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യാം, ഡീക്കൻസ് പ്രക്രിയ അല്ലെങ്കിൽ ഡെക്കൻസ് പ്രക്രിയയാണ് ക്ലോറിന്റെ നിർമ്മാണത്തിന്. ഈ പറഞ്ഞിരിക്കുന്ന ശരിയായ ജോഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ജോഡിയും എന്താണ് ശരിയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇവിടെ നിന്ന് പഠിച്ചു പോവുക. നിക്കൽ നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് മൗണ്ട് പ്രക്രിയ. ഹൈഡ്രജന്റെ നിർമ്മാണം അറിയപ്പെടുന്ന പേരാണ് ബോഷ് പ്രോസസ്. ഒരുപാട് തവണ ചോദിച്ചതാണ്. ഹൈഡ്രജന്റെ നിർമ്മാണം അറിയപ്പെടുന്ന പേരാണ് ബോഷ് പ്രോസസ്. അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഹേബർ പ്രക്രിയ. അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഹേബർ പ്രക്രിയ. ക്ലോറിൻ നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഡീക്കൻസ് പ്രോസസ് അല്ലെങ്കിൽ ഡെക്കൻസ് പ്രോസസ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിൽ ഹൈഡ്രജനും അതുപോലെ തന്നെ അമോണിയയുടെ പ്രോസസ്സും വ്യക്തമായിട്ട് ഒന്നുകൂടി എടുത്ത് പറയുന്നു. കാരണം ഇവ 10ഉം 15ഉം തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഹൈഡ്രജൻ ബോഷ് പ്രോസസ് പ്രക്രിയ, അതുപോലെ തന്നെ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഹേബർ പ്രക്രിയ. പഠിക്കുക. എട്ടാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഷെല്ലുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ? താഴെ പറയുന്നവയിൽ ഷെല്ലുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഊർജ്ജനില കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. ഓപ്ഷൻ ബി ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരുന്നു. ഓപ്ഷൻ സി KLM N എന്നിങ്ങനെയാണ് ഷെല്ലുകൾ നാമകരണം ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ ഡി കെ ഷെല്ലിൽ ഒഴികെയുള്ള എല്ലാ ഷെല്ലുകളിലും ഒന്നിലധികം സബ് ഷെല്ലുകൾ ഉണ്ട്. ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരി തന്നെയാണ് കേട്ടോ. പഠിച്ചോളണേ. അപ്പോൾ നമുക്ക് നോക്കാം. ഊർജ്ജനില കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. ഊർജ്ജനില കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിലെ ഇലക്ട്രോണുകൾ നിറയുന്നത്. ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരുന്നു. അതായത് ന്യൂക്ലിയസിന്റെ അടുത്തോട്ട് വരും തോറും ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഈ ഇലക്ട്രോണുകളെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. എന്നാൽ ന്യൂക്ലിയസിൽ നിന്നും അകലത്തിലിരിക്കുന്ന ഷെല്ലുകളുടെ ഇലക്ട്രോണുകൾക്ക് എപ്പോഴും ഊർജം എന്തായിരിക്കും? കൂടുതലായിരിക്കും. KLM N എന്നിങ്ങനെയാണ് ഷെല്ലുകൾ നാമകരണം ചെയ്യുന്നത്. KLM N എന്നിങ്ങനെയാണ് ഷെല്ലുകൾ നാമകരണം ചെയ്യുന്നത്. കെ ഷെൽ ഒഴികെയുള്ള എല്ലാ ഷെല്ലുകളിലും ഒന്നിലധികം സബ് ഷെല്ലുകൾ ഉണ്ട്. പഠിച്ചോളണേ. കെ ഷെല്ലിൽ ഒഴികെയുള്ള ബാക്കി എല്ലാ ഷെല്ലുകളിലും ഒന്നിലധികം സബ് ഷെല്ലുകൾ ഉണ്ട്. പഠിക്കുക. കെ ഷെല്ലിന് എന്തില്ല? സബ് ഷെല്ലില്ല. ഇപ്പോഴൊക്കെ പഠിച്ചോളണേ. കെ ഷെല്ലിന് സബ് ഷെല്ലുകൾ ഇല്ല. കെ ഷെൽ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഷെല്ലുകളിലും ഒന്നിലധികം സബ് ഷെല്ലുകൾ ഉണ്ട്. പഠിക്കുക. നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇലക്ട്രോപ്ലേറ്റിംഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിലെ ഇലക്ട്രോപ്ലേറ്റിംഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ലോഹത്തിന്മേൽ മറ്റൊരു ലോഹം ആവരണം ചെയ്തെടുക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഓപ്ഷൻ ബി ലോഹനാശം തടയുന്നതിനാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആവരണം ചെയ്യപ്പെടേണ്ട ലോഹത്തിന്റെ ലവണലായനിയായിരിക്കണം ഇലക്ട്രോപ്ലേറ്റിംഗിൽ ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കേണ്ടത്. ഓപ്ഷൻ ഡി ആവരണം ചെയ്യേണ്ട വസ്തു എപ്പോഴും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കേണ്ടതാണ്. ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് പഠിക്കാൻ നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ലോഹത്തിന് മേൽ മറ്റൊരു ലോഹം ആവരണം ചെയ്തെടുക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ രീതി അറിയപ്പെടുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പോൾ എന്താ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ലോഹത്തിന് മേൽ മറ്റൊരു ലോഹം ആവരണം ചെയ്തെടുക്കുന്ന രീതി അറിയപ്പെടുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന്. ലോഹനാശം തടയുന്നതിനായാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നത്. ലോഹനാശം തടയുന്നതിനായാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്നത്. ആവരണം ചെയ്യപ്പെടേണ്ട ലോഹത്തിന്റെ ലവണലായനിയായിരിക്കണം ഇലക്ട്രോപ്ലേറ്റിംഗിലെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ആവരണം ചെയ്യപ്പെടേണ്ട ലോഹത്തിന്റെ ലവണലായനിയായിരിക്കണം ഇലക്ട്രോപ്ലേറ്റിംഗിലെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്. ആവരണം ചെയ്യേണ്ട വസ്തു എപ്പോഴും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടായിരിക്കണം ബന്ധിപ്പിക്കേണ്ടത്. ആവരണം ചെയ്യേണ്ട വസ്തു എപ്പോഴും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ടായിരിക്കണം ബന്ധിപ്പിക്കേണ്ടത്. പഠിക്കുക. പത്താമത്തെ ചോദ്യം.
താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അലുമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ്, അയൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അയിര് ഹെമറ്റൈറ്റ്, സിങ്കിന്റെ അയിര് കലാമിൻ, ചെമ്പിന്റെ അയിര് കുപ്രൈറ്റ്. ഇതിൽ ശരിയായ ജോഡി എന്ന് ചോദിച്ചാൽ താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ ജോഡിയും ശരി തന്നെയാണ്. നമുക്ക് പഠിക്കാം. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. അലുമിനിയത്തിന്റെ അയിര് ആരാണ്? ബോക്സൈറ്റ് ആണ്. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. അയൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അയിര് ഏതാണ്? ഹെമറ്റൈറ്റും അതുപോലെ തന്നെ മാഗ്നറ്റൈറ്റും വരുന്നുണ്ട് കേട്ടോ. എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ PSCയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് ഹെമറ്റൈറ്റ് ആണ്. അപ്പോൾ അയണിന്റെ അയിര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെമറ്റൈറ്റ് ആണ്. സിങ്കിന്റെ അയിര് എന്ന് ചോദിച്ചാൽ അത് കലാമിനാണ്. സിങ്കിന്റെ അയിര് ഏതാണ്? കലാമിനാണ്. ചെമ്പ് അല്ലെങ്കിൽ കോപ്പറിന്റെ അയിര് ഏതാണ്? കുപ്രൈറ്റ് ആണ് കേട്ടോ. ഏതാണ്? കുപ്രൈറ്റ് ആണ്. ചെമ്പിന്റെ അയിര് ഏതാണ്? കുപ്രൈറ്റ് ആണ്. പഠിക്കുക. 11ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ അമോണിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ? താഴെ പറയുന്നവയിൽ അമോണിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ? സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള അസംസ്കൃത വസ്തുവാണ് അമോണിയ. ഓപ്ഷൻ ബി, അമോണിയയുടെ ഗാഢ ജലീല ലായനിക്കാണ് ലിക്കർ അമോണിയ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ സി, മർദ്ദം ഉപയോഗിച്ച് ദ്രവീകരിച്ച അമോണിയ ലിക്വിഡ് അമോണിയ എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ ഡി, ഐസ് പ്ലാന്റുകളിൽ ശീതീകാരിയായി ഉപയോഗിക്കുന്നത് അമോണിയയാണ്. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ ശരിയായ പ്രസ്താവന? താഴെ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പഠിക്കാം. അമോണിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ട അസംസ്കൃത വസ്തുവാണ് അമോണിയ. അമോണിയയുടെ ഗാഢ ജലീല ലായനിയാണ് ലിക്കർ അമോണിയ എന്നറിയപ്പെടുന്നത്. അമോണിയയുടെ ഗാഢ ജലീയ ലായനി അറിയപ്പെടുന്ന പേരാണ് ലിക്കർ അമോണിയ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അമോണിയയുടെ ഒപ്പം H2O അഥവാ വാട്ടർ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഗാഢ ജലീല ലായനി അറിയപ്പെടുന്ന പേരാണ് ലിക്കർ അമോണിയ എന്നത്. എന്നാൽ മർദ്ദം ഉപയോഗിച്ച് ദ്രവീകരിച്ച അമോണിയ ലിക്വിഡ് അമോണിയ എന്നറിയപ്പെടുന്നു. മർദ്ദം ഉപയോഗിച്ച് ദ്രവീകരിച്ച അമോണിയയെ ലിക്വിഡ് അമോണിയ എന്നറിയപ്പെടുന്നു. ഐസ് പ്ലാന്റുകളിൽ ശീതീകാരിയായി ഉപയോഗിക്കുന്നത് അമോണിയയാണ്. ഐസ് പ്ലാന്റുകളിൽ ശീതീകാരിയായി ഉപയോഗിക്കുന്നത് ആരാണ്? അമോണിയയാണ്. പഠിക്കുക. 12ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായത് ഏതെന്നുള്ളതാണ്. താഴെ പറയുന്നവയിൽ ശരിയായത് ഏതെന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം. ഇപ്പോഴത്തെ PSCയുടെ ക്വസ്റ്റ്യൻ ട്രെൻഡ് അനുസരിച്ച് ഒന്നാമത്തത് തന്നിരിക്കുന്ന ചിത്രം ആൽക്കൈൻ ആണോ അല്ലയോ എന്നാണ്. രണ്ടാമത്തത് ആൽക്കീൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നാമത്തത് ആൽക്കൈൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന മൂന്നും ശരി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് പഠിക്കാൻ നമുക്ക് ഇത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാർബണിന്റെ ഇടയ്ക്കുള്ള ബോണ്ട് കണ്ടോ സുഹൃത്തുക്കളെ? ഒരു വര. ഇത് ഒരു വരയാണെങ്കിൽ ഇതിന് നമ്മൾ ഒരു ബോണ്ട് അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നു. ഈ കാർബണിന്റെ ഇടയ്ക്ക് 2 വരകളുണ്ട് എങ്കിൽ നമ്മൾ അതിനെ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നു. ഇനി കാർബണിന്റെ ഇടയ്ക്ക് 3 വരകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ട്രിപ്പിൾ ബോണ്ട് എന്ന് വിളിക്കുന്നു. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു കാണും, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സുകളിലൊക്കെ വ്യക്തമായിട്ട് പഠിച്ചു കാണുമായിരിക്കും. അപ്പോൾ കാർബണിന്റെ ഇടയ്ക്ക് ഒരൊറ്റ വരയെ ഉള്ളെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സിംഗിൾ ബോണ്ട് എന്ന് വിളിക്കുന്നു. കാർബണിന്റെ ഇടയ്ക്ക് 2 വരകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഡബിൾ ബോണ്ട് എന്ന് വിളിക്കുന്നു. കാർബണുകൾക്കിടയിൽ 3 വര വരുവാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ട്രിപ്പിൾ ബോണ്ട് എന്ന് വിളിക്കുന്നു. അത്രയും ഭാഗം ഓക്കെ ആയേ. ഇനി എങ്ങനെയാണ് പേര് നൽകിയിരിക്കുന്നത് ചോദിച്ചാൽ, കാർബണിനിടയ്ക്ക് സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഒറ്റ വരയാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ആൽക്കെയിൻ എന്ന് വിളിക്കുന്നു. ഇതിനകത്ത് ഇക്ക കണ്ടോ? ഇതങ്ങ് പഠിച്ചു വെക്കണം കേട്ടോ. ആൽക്കെയിൻ എന്ന് വിളിക്കുന്നു. അപ്പോ കാർബണിനിടയ്ക്ക് സിംഗിൾ ബോണ്ട് അല്ലെങ്കിൽ ഒറ്റ വരയുണ്ടെങ്കിൽ നമ്മൾ അവനെ വിളിക്കുന്ന പേരാണ് ആൽക്കെയിൻ എന്ന്. കാർബണിടയ്ക്ക് 2 വരയുണ്ട് അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കീൻ എന്ന്. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൽക്കീൻ എന്ന്. ഇനി കാർബണിടയ്ക്ക് 3 വര വരികയാണെങ്കിൽ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ആണ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കൈൻ എന്ന്. എന്താണ്? ആൽക്കൈൻ എന്ന്. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. കാർബണിടയ്ക്ക് സിംഗിൾ ബോണ്ട് ആണ് വരണമെങ്കിൽ അതിനെ നമ്മൾ ആൽക്കെയിൻ എന്ന് പറയുന്നു. കാർബണിടയ്ക്ക് ഡബിൾ ബോണ്ട് അഥവാ 2 വരയാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ആൽക്കീൻ എന്ന് വിളിക്കുന്നു. കാർബണിടയ്ക്ക് 3 വരയാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ആൽക്കൈൻ എന്ന് വിളിക്കുന്നു. പഠിക്കാൻ എളുപ്പത്തിൽ ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. കാർബണിടയ്ക്ക് സിംഗിൾ ബോണ്ട് അതായത് ഒറ്റ വരയാണ് വരുന്നതെങ്കിൽ അപ്പോഴേ ആലോചിച്ചോളണം, കെ എന്ന് ആലോചിച്ചോളണം. എന്താണ്?
കെ എന്ന് ആലോചിച്ചോളണം. അപ്പോൾ എന്താണത്? ആൽക്കെയിൻ ആണ്. ഇനി കാർബൺ ഇടയ്ക്ക് 2 വരെ വന്നിട്ടുണ്ടെങ്കിൽ കീ എന്നങ്ങ് ആലോചിച്ചോളണം. അപ്പോൾ അത് ആൽക്കീനായി. ഇനി കാർബൺ ഇടയ്ക്ക് 3 വരെയാണ് വരുന്നതെങ്കിൽ അതിനെ കൈ എന്നങ്ങ് പഠിച്ചോളണം. എന്തെന്നാണ്? കൈ എന്നങ്ങ് പഠിച്ചോളണം. അപ്പോൾ അത് ആൽക്കൈനായി. അപ്പോൾ സുഹൃത്തുക്കൾ കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. ഈ ഭാഗം പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. 13ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ഈ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, 95% വീര്യമുള്ള എഥനോൾ അറിയപ്പെടുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഓപ്ഷൻ ബി, 99% ശുദ്ധമായ എഥനോൾ അറിയപ്പെടുന്ന പേരാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഓപ്ഷൻ സി, എഥനോൾ വിഷപദാർത്ഥങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്ന സ്പിരിറ്റ് ആണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ്. എന്താണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ്? ഓപ്ഷൻ ഡി പറയുന്നു, അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർത്ത മിശ്രിതം അറിയപ്പെടുന്ന പേരാണ് പവർ ആൽക്കഹോൾ എന്ന്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചാൽ ഈ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ് കേട്ടോ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പൊ നമുക്ക് പഠിക്കാം. 95% വീര്യമുള്ള എഥനോൾ അറിയപ്പെടുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. 95% വീര്യമുള്ള എഥനോൾ അറിയപ്പെടുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. 99% ശുദ്ധമായ എഥനോൾ അറിയപ്പെടുന്ന പേരാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. 99% ശുദ്ധമായ എഥനോൾ അറിയപ്പെടുന്ന പേരാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. എഥനോളിൽ വിഷപദാർത്ഥം ചേർത്ത് നിർമ്മിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്ന പേരാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ്. എഥനോളില് വിഷപദാർത്ഥങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്ന പേരാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ്. എന്തിനാ സുഹൃത്തുക്കളെ ശുദ്ധമായിട്ടുള്ള എഥനോളിൽ വിഷപദാർത്ഥങ്ങൾ ചേർക്കുന്നത്? എന്നാൽ ഈ എഥനോൾ എടുത്ത് ജനങ്ങൾ ആൽക്കഹോളായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ എഥനോളോടൊപ്പം ആര് ചേർക്കും? വിഷമായിട്ടുള്ള മെഥനോൾ എന്തെയും ചേർക്കും കേട്ടോ. ഈ മെഥനോൾ എന്തെയും ചേർക്കും. ഇങ്ങനെ എന്താണ് എഥനോളിനെ നമുക്ക് വിഷമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഗുഡ് സ്പിരിറ്റ് അല്ലെങ്കിൽ ശുദ്ധമായ ആൽക്കഹോൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? എഥനോൾ ആണ്. എന്നാൽ ബാഡ് സ്പിരിറ്റ് എന്നും അല്ലെങ്കിൽ വിഷപരമായിട്ടുള്ള ആൽക്കഹോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെഥനോളുമാണ്. അപ്പോൾ എഥനോളിനൊപ്പം മെഥനോൾ ചേർത്തിട്ട് അതിനെ എന്താക്കി മാറ്റും? വിഷപദാർത്ഥമാക്കി മാറ്റും. ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്പിരിറ്റ് അറിയപ്പെടുന്ന പേരാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ്. എന്താണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ്? ഓപ്ഷൻ ഡി, അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർത്ത മിശ്രിതം അറിയപ്പെടുന്ന പേരാണ് പവർ ആൽക്കഹോൾ എന്ന്. അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് വെച്ചാൽ എന്താ സുഹൃത്തുക്കളെ? 99% എഥനോൾ ചേർന്നതാണല്ലേ അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ അബ്സല്യൂട്ട് ആൽക്കഹോളിനോടൊപ്പം പെട്രോൾ കൂടി ചേർത്തുകൊണ്ട് നമ്മൾ നിർമ്മിക്കുന്നതാണ് പവർ ആൽക്കഹോൾ. എന്താണ് പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്? അതുകൂടി സുഹൃത്തുക്കൾ ഒന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. 14ാമത്തെ ചോദ്യം, സോപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ? സോപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ എന്നാണ്? ഓപ്ഷൻ എ, എണ്ണകളും കൊഴുപ്പുകളും ആൽക്കലിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ലവണങ്ങളാണ് സോപ്പ്. ഓപ്ഷൻ ബി, സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലികളാണ് സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും. ഓപ്ഷൻ സി, സോപ്പ് നിർമ്മാണത്തിന്റെ ഉൽപ്പന്നമായി ലഭിക്കുന്നതാണ് ഗ്ലിസറോള്. ഓപ്ഷൻ ഡി, സോപ്പ് ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കുകയും തുണികൾ നന്നായി നനയ്ക്കുവാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, സോപ്പ് നിർമ്മാണം ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇതിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എണ്ണകളും കൊഴുപ്പുകളും ആൽക്കലിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ലവണങ്ങളാണ് സോപ്പ് എന്ന് പറയുന്നത്. എണ്ണകളും കൊഴുപ്പുകളും ആൽക്കലിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ലവണങ്ങളാണ് സോപ്പ് എന്ന് പറയുന്നത്. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലികളാണ് സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും. പഠിച്ചോളണേ, സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലികളാണ് സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും. സോപ്പ് നിർമ്മാണത്തിന്റെ ഉപോൽപ്പന്നമായി ലഭിക്കുന്നതാണ് ഗ്ലിസറോള്. സോപ്പ് നിർമ്മാണത്തിന്റെ ഉപോൽപ്പന്നമായി ലഭിക്കുന്നത് എന്താണ്? ഗ്ലിസറോൾ ആണ്. സോപ്പ് ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കുകയും തുണികൾ നന്നായി നനയ്ക്കുവാനും ഇത് സഹായിക്കുന്നു. സോപ്പ് ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കുകയും തുണികൾ നന്നായി നനയ്ക്കുന്നതിനും സഹായിക്കുകയും ചെയ്യുന്നു. പഠിക്കുക. നമ്മുടെ 15ാമത്തെ ചോദ്യം, ബോർ മാതൃകയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ? ബോർ മാതൃകയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ? ഓപ്ഷൻ എ, ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളാണ്. ഓപ്ഷൻ ബി, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജം കൂടുന്നു. ഓപ്ഷൻ സി, ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം പുറത്തേക്ക് വിടുന്നു. ഊർജം കുറഞ്ഞ ഓർബിറ്റുകളിൽ നിന്നും ഊർജം കൂടിയ ഓർബിറ്റുകളിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു.
ഓപ്ഷൻ ഡി, ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിന്റെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റുകൾ സ്ഥിരോർജ നിലകൾ എന്നറിയപ്പെടുന്നു. ഓർബിറ്റുകൾ സ്ഥിരോർജ നിലകൾ എന്നറിയപ്പെടുന്നു. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ ശരിയായ പ്രസ്താവന? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പഠിക്കാം. ബോർ മാതൃകയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്ന നിശ്ചിത ഓർബിറ്റുകളിലൂടെയാണെന്ന് പറയുന്നത് ബോർ മാതൃകയിലൂടെയാണ് കേട്ടോ. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ തോന്നിവാസം കണക്ക് കറങ്ങുകയല്ല, കൃത്യമായിട്ടൊരു നിശ്ചിതമായ ഓർബിറ്റ് ഉണ്ട് അവർക്ക്, അതിനുള്ളിലൂടെയാണ് കറങ്ങുന്നതെന്ന് ആര് പറഞ്ഞു? ബോർ മാതൃകയിൽ പറയുന്നു. ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജം കൂടി വരുന്നു. ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജം കൂടി വരുന്നു. അതിനോടൊപ്പം തന്നെ ഇലക്ട്രോണുകളുടെ ഊർജവും കൂടി വരുന്നു. അത് നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. കാര്യം ന്യൂക്ലിയസിന്റെ അടുത്ത് അടുക്കും തോറും ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഈ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? പിടിച്ചു വെക്കാൻ ശ്രമിക്കും. അപ്പോൾ ഓർബിറ്റുകളുടെ ഊർജം എന്ത് ചെയ്യും? കുറയും. എന്നാൽ ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജം എന്ത് ചെയ്യും? കൂടിക്കൂടി വരും. അതിനോടൊപ്പം തന്നെ ഇലക്ട്രോണുകളുടെ ഊർജം എന്ത് ചെയ്യും? കൂടിക്കൂടി വരും. പഠിക്കുക. ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം പുറത്തു വിടുന്നു. അതായത് ഊർജം കൂടിയ ഒരു ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഇരിക്കുവാണെന്ന് കരുതുക. ആ ഇലക്ട്രോണിന് ഊർജം കുറഞ്ഞൊരു ഓർബിറ്റിലേക്ക് ചാടണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവന്റെ കയ്യിൽ കൂടുതലായിട്ടുള്ള ഊർജം എത്രയാണോ അത് പുറത്തേക്ക് വിട്ടുകൊണ്ട് മാത്രമേ ഊർജം കുറഞ്ഞ അവൻ ഇഷ്ടപ്പെട്ട ഓർബിറ്റിലോട്ട് ചാടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അത് പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഊർജം കൂടിയ ഓർബിറ്റിൽ ഒരു പാവപ്പെട്ട ഇലക്ട്രോൺ ഇരിക്കുന്നു. അവന് ഊർജം കുറഞ്ഞൊരു ഓർബിറ്റലിലേക്ക് ചാടണമെങ്കിൽ അവൻ എന്ത് ചെയ്തിരിക്കണം? അവന്റെ കയ്യിൽ കൂടുതലായിട്ടുള്ള ഊർജം പുറത്ത് കളഞ്ഞുകൊണ്ട് മാത്രമേ ഊർജം കുറഞ്ഞ ഓർബിറ്റലിലേക്ക് ചാടാൻ കഴിയുള്ളൂ. ഇനി നേരെ തിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർജം കുറഞ്ഞൊരു ഓർബിറ്റിൽ ഒരു പാവപ്പെട്ട ഇലക്ട്രോൺ ഇരിക്കുകയാണെന്ന് കരുതുക. അവന് ഊർജം കൂടിയൊരു ഓർബിറ്റിലേക്ക് കയറണമെങ്കിൽ എന്ത് ചെയ്യണം? അവന് ആവശ്യമായി വേണ്ട ഊർജം പുറത്തു നിന്നും സ്വീകരിച്ചുകൊണ്ട് മാത്രമേ അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഊർജം കുറഞ്ഞ ഓർബിറ്റിൽ നിന്നും ഊർജം കൂടിയ ഓർബിറ്റിലോട്ട് കടക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് ഊർജം കുറഞ്ഞ ഓർബിറ്റിൽ ഇരിക്കുന്ന പാവപ്പെട്ടവനായ ഇലക്ട്രോണിന് ഊർജം കൂടിയ ഒരു ഓർബിറ്റിലോട്ട് ചാടി കയറണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഒരു ഊർജം സ്വീകരിച്ച് ആ മുകളിലത്തെ ഓർബിറ്റിലേക്ക് അല്ലെങ്കിൽ ഊർജം കൂടിയ ഓർബിറ്റിലേക്ക് ചാടിക്കയറണമെന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാം. ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ അവന്റെ കയ്യിലുള്ള ഊർജം എന്ത് ചെയ്യും? പുറത്തേക്ക് വിടും. ഇനി ഊർജം കുറഞ്ഞ ഓർബിറ്റിൽ നിന്നും ഊർജം കൂടിയ ഓർബിറ്റിലേക്ക് ചാടിക്കടക്കണമെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? പുറത്തു നിന്ന് എവിടെന്നെങ്കിലും ഊർജം ആഗിരണം ചെയ്യുകയും വേണം. പഠിക്കുക. നിശ്ചിത ഓർബിറ്റലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിന്റെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതായത് ഒരു ശല്യവുമില്ല. അവന് വലിയ ഓർബിറ്റിലോട്ടും പോണ്ട, ചെറിയ ഓർബിറ്റിലോട്ടും പോണ്ട. അവൻ ഇഷ്ടമുള്ള ഓർബിറ്റിൽ തന്നെ അവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. അത്തരം ഇലക്ട്രോണുകളുടെ ഊർജം കൂടുകയോ കുറയുകയോ ഇല്ല. അതിനാൽ ഇത്തരം ഓർബിറ്റുകളെ സ്ഥിര ഊർജ നില ഓർബിറ്റുകൾ എന്നറിയപ്പെടുന്നു. സ്ഥിര ഊർജ്ജനില ഓർബിറ്റുകൾ അല്ലെങ്കിൽ സ്ഥിരോർജ്ജനില ഓർബിറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഒരു നിശ്ചിത ഓർബിറ്റലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിന്റെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റുകൾ സ്ഥിരോർജ്ജ നിലകൾ എന്നറിയപ്പെടുന്നു. ഓർബിറ്റുകൾ സ്ഥിരോർജ്ജ നിലകൾ എന്നറിയപ്പെടുന്നു. പഠിക്കുക. 16ാമത്തെ ചോദ്യം, ചേരും പഠിച്ചേർക്കുക. 16ാമത്തെ ചോദ്യം എന്താ സുഹൃത്തുക്കളെ? ചേരും പഠിച്ചേർക്കുക. അയോഡിൻ 131, അതായത് അയോഡിന്റെ ഐസോടോപ്പ് ആയിട്ടുള്ള അയോഡിൻ 131 എന്തിനാ ഉപയോഗിക്കുന്നത്? തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കുമാണ്. ഓപ്ഷൻ ബി, യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഓപ്ഷൻ സി, കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. ഓപ്ഷൻ ഡി, സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളുടെ ചോർച്ച കണ്ടെത്തുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഏതാണ് ശരിയാണ് അല്ലെങ്കിൽ കൃത്യമായിട്ട് ചേരുംപടി ചേർത്തിരിക്കുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം കൃത്യമായിട്ട് നമ്മൾ ചേരുംപടി ചേർത്തിരിക്കുകയാണ്. പഠിക്കുക. അയോഡിൻ 131 എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കുമായി ഉപയോഗിക്കുന്നു. യുറേനിയം 235 എന്തിനാ സുഹൃത്തുക്കളെ ഉപയോഗിക്കുന്നത്? ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. കൊബാൾട്ട് 60 എന്തിനാ ഉപയോഗിക്കുന്നത്? ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളുടെ ചോർച്ച കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്നു. സോഡിയം 24 എന്തിനാ ഉപയോഗിക്കുന്നത്? വ്യാവസായികമായി പൈപ്പ് ലൈനുകളുടെ ചോർച്ച കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്നു. സോഡിയം 24 എന്തിനാ ഉപയോഗിക്കുന്നത്? വ്യാവസായികമായി
പൈപ്പ് ലൈനുകളുടെ ചോർച്ച കണ്ടെത്തുന്നതിന് ഉപയോഗിക്കുന്നതാണ് സോഡിയം 24 എന്ന ഐസോടോപ്പ്. ഇനി സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ചോദ്യം, അയേൺ 59 എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? അയേൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ ഐസോടോപ്പ് ആയിട്ടുള്ള അയേൺ 59 എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാവുന്ന സുഹൃത്തുക്കൾ ഒന്ന് കമന്റ് ചെയ്യുക. അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒന്നുകൂടി പറയാം, അയോഡിൻ 131 തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നു. യുറേനിയം 235 ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളുടെ ചോർച്ച കണ്ടെത്തലിന് ഉപയോഗിക്കുന്നു. സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള ചോദ്യം, അയേൺ 59 എന്ന് പറയുന്ന ഐസോടോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. 17ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നമുക്കറിയാം, ഒന്നാമതായി പറഞ്ഞിരിക്കുന്നു ഐസോടോപ്പിന്റെ ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തത് ഐസോടോണുകളുടെ ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് ഐസോ ബാറുകളുടെ ഉദാഹരണമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന മൂന്നും ശരിയാണ് കേട്ടോ, അതുകൊണ്ട് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ കാർബൺ 12, 13, 14 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കാർബണിന്റെ ഐസോടോപ്പുകൾ തന്നെയാണ് കേട്ടോ. കാർബൺ 12, 13, 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർബണിന്റെ ഐസോടോപ്പുകൾ തന്നെയാണ്. എന്താ സുഹൃത്തുക്കളെ ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു മൂലകത്തിന്റെ അറ്റോമിക നമ്പർ സെയിം ആയിരിക്കും, പക്ഷെ അതിന്റെ മാസ് നമ്പർ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. ഇത്തരത്തിലുള്ള മൂലകങ്ങൾ വിളിക്കുന്ന പേരാണ് ഐസോടോപ്പുകൾ. അപ്പോൾ എന്താ ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാല് മൂലകത്തിന്റെ അറ്റോമിക നമ്പർ സെയിം ആയിരിക്കും, പക്ഷെ എന്താണ്? മാസ് നമ്പർ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് കാർബണിന്റെ കേസ് നോക്കാം. കാർബണിന്റെ അറ്റോമിക് നമ്പർ ഇവിടെ സെയിം ആണ്, പക്ഷെ മാസ് നമ്പർ എന്ത് ചെയ്തു? 12, 13, 14 എന്ന് പറഞ്ഞ് ചേഞ്ച് ചെയ്തു. അപ്പോൾ കാർബണിന്റെ ഐസോടോപ്പുകളാണ് 12, 13, 14 എന്നിവ. എന്താ സുഹൃത്തുക്കളെ ഐസോടോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഐസോടോണുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രണ്ട് മൂലകങ്ങളായിരിക്കും, പക്ഷെ അവരുടെ ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. അവരുടെ ന്യൂട്രോണുകളുടെ എണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോ ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആയിട്ടുള്ളത് അല്ലെങ്കിൽ തുല്യമായിട്ടുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോടോണുകൾ. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് നൈട്രജനും കാർബണും കേട്ടോ. നൈട്രജന്റെയും കാർബണും രണ്ടും രണ്ട് മൂലകങ്ങളാണ്. അവന്മാരുടെ അറ്റോമിക നമ്പർ വ്യത്യാസമാണ്, മാസ് നമ്പർ വ്യത്യാസമാണ്, എന്നാൽ അവന്മാരുടെ ന്യൂട്രോണുകളുടെ എണ്ണം പക്ഷെ എന്താണ്? തുല്യമാണ്. അങ്ങനെയുള്ള മൂലകങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോടോണുകൾ എന്ന്. ഇനി മൂന്നാമതായി പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ ഐസോ ബാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഐസോ ബാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറ്റോമിക നമ്പർ വ്യത്യാസമായിരിക്കും, എന്നാൽ അവരുടെ മാസ് നമ്പർ സെയിം ആയിരിക്കും. അറ്റോമിക നമ്പർ വ്യത്യാസമായിരിക്കും, മാസ് നമ്പർ സെയിം ആയിരിക്കും. സുഹൃത്തുക്കൾ, മാസ് നമ്പർ എപ്പോഴും മുകളിലാണ് എഴുതുന്നത്. ശ്രദ്ധിച്ചു നോക്കിയേ, ഈ ആർഗന്റെ ആയാലും അതുപോലെ തന്നെ പൊട്ടാസ്യത്തിന്റെ ആയാലും കാൽസ്യത്തിന്റെ ആയാലും ഒക്കെ ഇവന്മാരുടെ മാസ് നമ്പർ 40, 40, 40 എന്ന് തന്നെയാണ്. എന്നാൽ താഴെ എഴുതുന്നതാണ് നമ്മുടെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ആർഗന്റെ അറ്റോമിക നമ്പർ 18, അതുപോലെ തന്നെ നമ്മുടെ പൊട്ടാസ്യത്തിന്റെ അറ്റോമിക നമ്പർ 19, കാൽസ്യത്തിന്റെ അറ്റോമിക നമ്പർ 20മാണ്. അപ്പോൾ അവരുടെ അറ്റോമിക നമ്പർ എന്ത് ചെയ്തു? വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ അവരുടെ മാസ് നമ്പർ തുല്യമാണെങ്കിൽ അത്തരം മൂലകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോ ബാറുകൾ എന്ന്. അത്തരം മൂലകങ്ങളുടെ കൂട്ടം നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോ ബാറുകൾ എന്ന്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഒരു മൂലകത്തിന്റെ അറ്റോമിക നമ്പർ സെയിം ആയിരിക്കും, പക്ഷെ മാസ് നമ്പർ എന്ത് ചെയ്യും? വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കാർബണിന്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 6ആണ്. അതിന് യാതൊരു വ്യത്യാസവുമില്ല, അത് അതുപോലെ തന്നെ നിൽക്കുന്നു. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അവിടെ നമ്മുടെ മാസ് നമ്പർ എന്ത് ചെയ്യുന്നു? വ്യത്യാസപ്പെടുന്നു. 12, 13, 14 എന്ന് പറഞ്ഞിങ്ങനെ വ്യത്യാസപ്പെടുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോടോപ്പുകൾ എന്ന്. എന്താണ് ഐസോടോണുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ മൂലകങ്ങൾ രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ ഈ പറഞ്ഞിരിക്കുന്ന അറ്റോമിക നമ്പരും മാസ് നമ്പരും ഒക്കെ വ്യത്യാസമായിരിക്കും, പക്ഷേ അവരുടെ ന്യൂട്രോണുകളുടെ എണ്ണം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇത്തരത്തിലുള്ള മൂലകങ്ങളുടെ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോടോണുകൾ എന്ന്. എന്താണ് ഐസോ ബാറുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, സിമ്പിൾ ആണ്. അതായത് നമ്മുടെ അറ്റോമിക നമ്പർ വ്യത്യാസമുള്ള മൂലകങ്ങളായിരിക്കും, പക്ഷെ അവരുടെ മാസ് നമ്പർ തുല്യമായിരിക്കും. അതുകൊണ്ട് അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോ ബാറുകൾ എന്ന്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ആർഗണും അതുപോലെ തന്നെ പൊട്ടാസ്യവും അതുപോലെ തന്നെ കാൽസ്യത്തിനും ഇവരുടെ അറ്റോമിക നമ്പർ വ്യത്യാസമാണെങ്കിലും ഇവന്മാരുടെ മാസ് നമ്പർ 40 എന്ന് പറയുന്ന ഒരേ മാസ് നമ്പർ ആണ്. പഠിക്കുക. 18ാമത്തെ ചോദ്യം, ആധുനിക പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, ആധുനിക പീരിയോഡിക് ടേബിൾ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത്.
ഓപ്ഷൻ ബി മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിന് ആവർത്തന ഫലങ്ങളായിരിക്കും. ഓപ്ഷൻ സി പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള നിരകളെ പിരീഡുകളെന്നും കുത്തനെയുള്ള കോളങ്ങളെ ഗ്രൂപ്പുകളെന്നും വിളിക്കുന്നു. ഓപ്ഷൻ ഡി ഓരോ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളും രാസ ഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നവരായിരിക്കും. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതൊക്കെയാണ് പീരിയോഡിക് ടേബിൾ, അതായത് ആധുനിക പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്നാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരി തന്നെയാണ്. നമുക്ക് പഠിക്കാം. ആധുനിക പീരിയോഡിക് ടേബിളിൽ അറ്റോമിക നമ്പറിനെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത്. അങ്ങ് പഠിച്ചു വെച്ചോണേ. ആധുനിക പീരിയോഡിക് ടേബിളിൽ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നത്. അതായത് അറ്റോമിക് നമ്പർ 1 മൂലകം 1 അങ്ങനെ 2, 3, 4 ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്. അതായത് അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇങ്ങനെ മൂലകങ്ങളെ വെച്ചാണ് ഇവിടെ പോയിരിക്കുന്നത്, ആധുനിക പീരിയോഡിക് ടേബിളിൽ പോയിരിക്കുന്നത്. പഠിക്കുക. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക് നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ്. അതായത് അവയുടെ അറ്റോമിക് നമ്പർ എന്താണ്, കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കുമെന്ന് അർത്ഥം കേട്ടോ. അതുപോലെ തന്നെ പീരിയോഡിക് ടേബിളിൽ വിലങ്ങനെയുള്ള നിരകളെ എന്തെന്ന് വിളിക്കുന്നു, പിരീഡുകളെന്നും കുത്തനെയുള്ള കോളങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ഗ്രൂപ്പുകളെന്നും വിളിക്കുന്നു. അപ്പോൾ കുത്തനെയുള്ള കോളങ്ങളെ നമ്മൾ ഗ്രൂപ്പുകളെന്നും അതുപോലെ വിലങ്ങനെയുള്ള നിരകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, പിരീഡുകളെന്നും വിളിക്കുന്നു. ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിക്കുന്നവയായിരിക്കും. ഒരേ ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിലെ സമാനത പ്രകടിക്കുന്നവയായിരിക്കും. പഠിക്കുക. നമ്മുടെ 19ാമത്തെ ചോദ്യം, താഴെ പറയുന്ന മൂലകങ്ങളിൽ 2014 പീരിയോഡിക് ടേബിളിലെ 7ാം പീരീഡിൽ ഉൾപ്പെടുത്തിയ മൂലകങ്ങൾ ഏതൊക്കെ? പഠിച്ചോളണേ. താഴെ പറയുന്ന മൂലകങ്ങളില് 2016 പീരിയോഡിക് ടേബിളിലെ 7ാം പീരീഡിൽ ഉൾപ്പെടുത്തിയ മൂലകങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ റോഡിയം, ആന്റിമണി, താലിയം, ബിസ്മത്ത്. ഓപ്ഷൻ ബി ടെലൂറിയം, അസ്റ്റാറ്റിൻ, കൊളോണിയം, റുദർഫോർഡിയം. ഓപ്ഷൻ സി യൂറോപ്പിയം, പ്ലൂട്ടോണിയം, തോറിയം, സീസിയം. ഓപ്ഷൻ ഡി നിഹോണിയം, മോസ്കോവിയം, ടെന്നിസൺ അതുപോലെ ഒഗനസൺ. ടെനിസണും ഒഗനസണും. ഇതിൽ 2016 പീരിയോഡിക് ടേബിളിലെ 7ാം പീരീഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൂലകങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ശരിയായിട്ടുള്ള ഉത്തരം. പഠിച്ചോണേ. നിഹോണിയം, മോസ്കോവിയം, ടെന്നിസൺ അതുപോലെ ഒഗനസൺ എന്നീ മൂലകങ്ങളാണ് 2016 നമ്മുടെ 7ാം പീരീഡിൽ എന്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2022 ഏറ്റവും പുതിയ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതിനു മുമ്പുള്ള പഴയ പീരിയോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ നിഹോണിയവും മോസ്കോവിയവും ടെന്നിസണും ഒഗനസണും ഒന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് പുതിയ പീരിയോഡിക് ടേബിൾ നോക്കിയിട്ട് സുഹൃത്തുക്കൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ താഴെ പറയുന്ന മൂലകങ്ങളിലെ 2016 പീരിയോഡിക് ടേബിളിലെ 7ാം പീരീഡിൽ ഉൾപ്പെടുത്തിയ മൂലകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിഹോണിയം, മോസ്കോവിയം, ടെന്നിസൺ, ഒഗനസൺ എന്നിവയാണ് പഠിക്കുക. 20ാമത്തെ ചോദ്യം, അയോണിക സംയുക്തങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അയോണിക സംയുക്തങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അയോണിക സംയുക്തങ്ങൾ പൊതുവെ ജലത്തിൽ ലയിക്കുന്നവയാണ്. അയോണിക സംയുക്തങ്ങൾ പൊതുവെ ജലത്തിൽ ലയിക്കുന്നവയാണ്. ബാഷ്പീകരണ സ്വഭാവം ഇല്ലാത്തവയും കാഠിന്യമുള്ളവയുമാണ് അയോണിക സംയുക്തങ്ങൾ. ഓപ്ഷൻ സി അയോണിക സംയുക്തങ്ങൾ ഖരാവസ്ഥയിൽ വൈദ്യുതി കടത്തിവിടുന്നില്ലെങ്കിലും ഉരുകിയ അവസ്ഥയിലും ജലീല ലായനിയിലും വൈദ്യുത ചാലകമായി പ്രവർത്തിക്കുന്നു. ഓപ്ഷൻ ഡി അയോണിക സംയുക്തങ്ങൾ ഖരാവസ്ഥയിൽ ക്രിസ്റ്റലായി കാണപ്പെടുന്നു. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ ശരിയായ പ്രസ്താവന? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അയോണിക സംയുക്തങ്ങൾ പൊതുവെ ജലത്തിൽ ലയിക്കുന്നവയാണ്. അയോണിക സംയുക്തങ്ങളുടെ സ്വഭാവം എന്താണ്? അവ ജലത്തിൽ ലയിക്കുന്നവയാണ്. ബാഷ്പീകരണ സ്വഭാവം ഇല്ലാത്തവയും കാഠിന്യമുള്ളവയുമാണ് അയോണിക സംയുക്തങ്ങൾ. ബാഷ്പീകരണ സ്വഭാവം ഇല്ലാത്തവയും കാഠിന്യമുള്ളവയുമാണ് അയോണിക സംയുക്തങ്ങൾ. അയോണിക സംയുക്തങ്ങൾ ഖരാവസ്ഥയിൽ വൈദ്യുതി കടത്തിവിടുന്നില്ലെങ്കിലും ഉരുകിയ അവസ്ഥയിലും ജലീല ലായനിയിലും വൈദ്യുത ചാലകമായി പ്രവർത്തിക്കുന്ന ആരാണ്? അയോണിക സംയുക്തങ്ങൾ. അപ്പോൾ അയോണിക സംയുക്തങ്ങൾ ഉരുകി ലിക്വിഡ് ഫോമിലായിരിക്കുന്ന സമയത്തും അതുപോലെ ജലം ചേർത്ത് ജലീയ ലായനി ആയിരിക്കുന്ന സമയത്തും വൈദ്യുത ചാലകമായിട്ട് പ്രവർത്തിക്കുന്നു. അയോണിക സംയുക്തങ്ങൾ ഖരാവസ്ഥയിൽ ക്രിസ്റ്റലുകളായി കാണപ്പെടുന്നു. അയോണിക സംയുക്തങ്ങൾ ഖരാവസ്ഥയിലെ ക്രിസ്റ്റൽ രൂപത്തിലാണ് കാണപ്പെടുന്നത്. പഠിക്കുക. 21ാമത്തെ ചോദ്യം, താഴെ പറഞ്ഞിരിക്കുന്ന 2 പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഒന്നാമത്തെ പ്രസ്താവന നോക്കാം. ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. രണ്ടാമത്തെ പോയിന്റ്, ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാകുന്നു. താഴെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളിലെ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ. ഏതാ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ഈ പറഞ്ഞിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയാണ്.
അപ്പോൾ ഏതൊക്കെയാണ് ആ പ്രസ്താവന? ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു, ശരിയാണ്. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടാകുന്നു. അപ്പോൾ ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഹൈഡ്രജൻ വാതകവും. ആസിഡുകൾ കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകവും ഉണ്ടാകുന്നു. പഠിക്കുക. 22ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ അനാൽജസിക്കുകൾക്ക് ഉദാഹരണം ഏതാണ്? ഒന്നാമത്തേത് കാൽസ്യം കാർബണേറ്റ്, 2 അലൂമിനിയം കാർബണേറ്റ്, 3 അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, 4 സോഡിയം ബൈകാർബണേറ്റ്, 5 മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഇതിൽ ഏതാണ് അന്റാസിഡുകൾക്ക് ഉദാഹരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇതിൽ മേൽപ്പറഞ്ഞവ എല്ലാം എന്താണ്? അന്റാസിഡുകളാണ് കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന 5 എണ്ണവും അന്റാസിഡുകൾ തന്നെയാണ്, അല്ലെങ്കിൽ അന്റാസിഡുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. എന്താണ് അന്റാസിഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്ന അസിഡിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവയാണ് അന്റാസിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട അന്റാസിഡുകളുടെ ഉദാഹരണം ഏതൊക്കെയാണ്? കാൽസ്യം കാർബണേറ്റ്, അലൂമിനിയം കാർബണേറ്റ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. കാൽസ്യം കാർബണേറ്റ്, അലൂമിനിയം കാർബണേറ്റ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്നിവയാണ് പ്രധാനപ്പെട്ട അന്റാസിഡുകൾ. പഠിക്കുക. pH മൂല്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ? 23ാമത്തെ ചോദ്യം, pH മൂല്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ എന്നാണ്? ഓപ്ഷൻ എ, നിർജീവ ലായനിയുടെ pH മൂല്യം 7 ആയിരിക്കും. ഓപ്ഷൻ ബി, pH മൂല്യം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് pH മീറ്റർ. ഓപ്ഷൻ സി, 5 മുതൽ 7.2 വരെ pH മൂല്യമുള്ള മണ്ണാണ് കാർഷിക വിളകൾക്ക് യോജിച്ചത്. ഓപ്ഷൻ ഡി, സോഡിയം ക്ലോറൈഡ് ലായനി, ജലം എന്നിവയുടെ pH മൂല്യം 7 ആണ്. ഇതിൽ ഏതാ ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. pH മൂല്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിർജീവ ലായനിയുടെ pH മൂല്യം 7 ആയിരിക്കും. നിർജീവ ലായനിയുടെ pH മൂല്യം 7 ആയിരിക്കും. pH മൂല്യം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് pH മീറ്റർ. pH മൂല്യം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് pH മീറ്റർ. 5 മുതൽ 7.2 വരെ pH മൂല്യമുള്ള മണ്ണാണ് കാർഷിക വിളകൾക്ക് യോജിച്ചത്. 5 മുതൽ 7.2 വരെ pH മൂല്യമുള്ള മണ്ണാണ് കാർഷിക വിളകൾക്ക് യോജിച്ചത്. സോഡിയം ക്ലോറൈഡ്, അതായത് നമ്മുടെ ഉപ്പുവെള്ളം, അതുപോലെ തന്നെ ജലം എന്നിവയെ pH മൂല്യം 7 ആണ്. സോഡിയം ക്ലോറൈഡ് ലായനി അഥവാ നമ്മുടെ ഉപ്പുവെള്ളത്തിന്റെയും അതുപോലെ തന്നെ ജലത്തിന്റെയും pH മൂല്യം എത്രയായിരിക്കും? 7 ആയിരിക്കും. പഠിക്കുക. 24ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ക്ലോറിനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെ? താഴെ പറയുന്നവയിൽ ക്ലോറിനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെ? ഓപ്ഷൻ എ, 1774 കാൽ വില്യം ഷിലെ ആണ് ക്ലോറിൻ വാതകം കണ്ടുപിടിച്ചത്. ഓപ്ഷൻ ബി, 1ാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനി ഉപയോഗിച്ചിരുന്ന രാസായുധങ്ങളിൽ ഏറ്റവും പ്രധാനം ക്ലോറിൻ ആയിരുന്നു. ഓപ്ഷൻ സി, ജലത്തിന്റെ സാന്നിധ്യത്തിൽ വസ്തുക്കളുടെ നിറമില്ലാതാക്കാനുള്ള കഴിവുള്ള വാതകമാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി, ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് ക്ലോറിൻ. ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ സുഹൃത്തുക്കളെ. അതുകൊണ്ട് പഠിക്കാൻ നമുക്ക്. 1774 കാൾ വില്യം ഷിലെ എന്ന ശാസ്ത്രജ്ഞനാണ് ക്ലോറിൻ വാതകം കണ്ടുപിടിച്ചത്. 1774 കാൾ വില്യം ഷിലെ എന്ന ശാസ്ത്രജ്ഞനാണ് ക്ലോറിൻ വാതകം കണ്ടുപിടിച്ചത്. 1ാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനി ഉപയോഗിച്ചിരുന്ന രാസായുധങ്ങളിൽ ഏറ്റവും പ്രധാനം ക്ലോറിൻ ആയിരുന്നു. പഠിച്ചോളനെ, 1ാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനി ഉപയോഗിച്ചിരുന്ന രാസായുധങ്ങളിൽ ഏറ്റവും പ്രധാനം ക്ലോറിൻ ആയിരുന്നു. ജലത്തിന്റെ സാന്നിധ്യത്തിൽ വസ്തുക്കളുടെ നിറമില്ലാതാക്കാനുള്ള കഴിവുള്ള വാതകമാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്ലോറിന് നമ്മൾ ബ്ലീച്ചിങ് ഏജന്റ് എന്ന് പറയുന്നത് കേട്ടോ. ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്നത് കാരണം എന്തെന്ന് ചോദിച്ചാൽ ജലത്തിന്റെ സാന്നിധ്യത്തില് വസ്തുക്കളുടെ നിറമില്ലാതാക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ക്ലോറിൻ വാതകത്തിനുണ്ട്. അതുപോലെ തന്നെ ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ക്ലോറിൻ ആണ്. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകവും ക്ലോറിൻ ആണ്. പഠിക്കുക. 25ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 25ാമത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് റയോൺ. ഓപ്ഷൻ സി, ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്. ഓപ്ഷൻ ഡി, നിയോപ്രിൻ, തയോകോൾ, ബ്യൂണ എസ്, ബ്യൂണ എൻ എന്നിവ കൃത്രിമ റബ്ബറിന് ഉദാഹരണമാണ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ഏതാ സുഹൃത്തുക്കളെ ശരി? എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നമുക്കൊന്നുകൂടി പഠിക്കാം. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരമാണ് നൈലോൺ. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത് അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് റയോണ്. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്ന അർദ്ധ കൃത്രിമ നൂൽത്തരമാണ് റയോൺ എന്ന് പറയുന്നത്.
ബേക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്. അപ്പോൾ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. നിയോപ്രിൻ, തയോകോൾ, ബ്യൂണായസ്, ബ്യൂണായൻ എന്നിവ കൃത്രിമ റബ്ബറിന് ഉദാഹരണമാണ്. നിയോപ്രിൻ, തയോകോൾ, ബ്യൂണായസ്, ബ്യൂണായൻ എന്നിവ കൃത്രിമ റബ്ബറിനും ഉദാഹരണമാണ്. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കുന്ന PSC ബുള്ളറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത 50 പ്രസ്താവന ചോദ്യങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് 2024 പുറത്തിറക്കിയ നമ്മുടെ PSC ബുള്ളറ്റിൽ നിന്നുള്ളതാണ് കേട്ടോ. അതോടെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. 2024 പുറത്തിറക്കിയ PSC ബുള്ളറ്റിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത 50 പ്രസ്താവന ചോദ്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതിന്റെ അടുത്ത ഭാഗം സയൻസ് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് നമ്മൾ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവരും ഇത് കാണാൻ ശ്രമിക്കുക. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്ന സുഹൃത്തുക്കളെ നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേടാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സുഹൃത്തുക്കളെ ഒരുപാട് പേര് ടെലിഗ്രാമിന്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ ടെലിഗ്രാം ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ചാനലിന്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും PDF ഫയൽ അതിനകത്ത് ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾക്ക് അത് ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ടെലിഗ്രാമിന്റെ ലിങ്ക് കൃത്യമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സുഹൃത്തുക്കൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്.